സ്നേഹത്തോടെ അഷ്റഫ് കാരക്കാട് ഇപ്പോൾ ആറ്റുകാരിൽ കിട്ടും. ആറ്റുകാർ പറയുമ്പോൾ നമ്മൾ ഷൊർണ്ണൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുമ്പോഴുള്ള ഒരു ഷോപ്പാണ് ആറ്റൂർ. 90 വർഷം പഴക്കമുള്ള ഹോട്ടൽ കിട്ടും. അപ്പോൾ നാരായണത്തിൻ്റെ ന്യൂ ഹോട്ടൽ. അപ്പോൾ ഒരുപാട് മറ്റേ സിനിമക്കാർ വരുന്ന ഒരു കുഞ്ഞു ഹോട്ടൽ കിട്ടും. അവിടെ രാവിലെ നല്ല കൂടിയായിട്ടുള്ള നല്ല ഇഡ്ഡലി ഉണ്ട്, അതുപോലെ തന്നെ ദോശ ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഭൂരി കിട്ടും. അപ്പോൾ നല്ല നാടൻ മറ്റേ ഭക്ഷണമാണ്. ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കുകയാണ്, നമുക്ക് പുറത്ത് വാങ്ങിക്കില്ല. ഇപ്പോൾ 90 വർഷം പഴക്കമുള്ള ഹോട്ടലുണ്ട്. അപ്പോൾ ഈ ഹോട്ടലിൽ വിശേഷങ്ങൾ പങ്കുവെക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സുഖല്ലേ? നിങ്ങൾക്ക് വരുന്ന സന്തോഷം ഉണ്ടല്ലോ. ഇവിടെ എത്ര വർഷം പാക്കുണ്ട് നിങ്ങൾ ഹോട്ടലിൽ? നമ്മുടെ ഹോട്ടലിന് എത്ര വർഷം പാക്കുണ്ട്? 97 കൊല്ലത്ത് പഴക്കം. 97 വർഷം പാക്കുണ്ടല്ലേ? അപ്പൊ അത്രയും മൂന്നാമത്തെ തലമുറയാണല്ലേ? അതന്നെ ആറ്റൂരി കടയിൽ അന്നുള്ളൂ. വേറെ അന്ന് ഫുഡൊക്കെ മാറ്റങ്ങൾ അന്നത്തെ അന്ന് ഇഡ്ഡലി പിട്ട ഐറ്റംസ് ഐറ്റങ്ങളൊക്കെ മാറ്റം പറ്റിയല്ലേ? നാടൻ റേറ്റ് കിട്ടുന്ന ദോശ ഇഡ്ഡലി. ഇപ്പൊ കാലത്ത് ദോശ ഇഡ്ഡലി പൂരി ഐറ്റംസ് വട കഴിഞ്ഞാൽ പഴംപൊരി പരിപ്പുവട ഉണ്ണിയപ്പം ഐറ്റംസ് ബജ്ജി ഉണ്ടാക്കുമല്ലേ? സിനിമ ഫീൽഡിലുള്ളവർ നമ്മൾ ഒരുമാതിരി ഇവിടെ എല്ലാ ഡയറക്ടേഴ്സും ഇവിടെ വരുന്ന ഒരാളും വരാത്തവരില്ല. മോഹൻലാലും അതുവരെയ്ക്കും ഇങ്ങോട്ട് കേൾക്കാൻ പറ്റില്ല, തിരക്ക് മറ്റവരൊക്കെ സുരേഷ് ഗോപി അപ്പൊ ഒരുപാട് മറ്റേ ആളുകൾ വന്ന ഒരു ഹോട്ടൽ ഡയറക്ടേഴ്സ് എല്ലാം ഇതപ്പം അങ്ങോട്ടും MLA ആണ്. പാസ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഒന്ന് പോകല്ലേ? ഒരുപാട് അനുഭവം പറഞ്ഞു. അതേമാതിരി നമ്മുടെ പട്ടമ്പി മറ്റേ മുഹമ്മദ് താങ്ക് യു. സന്തോഷം. അടിപൊളിയെല്ലാം മറ്റേ ദോശ കിട്ടും, അതുപോലെ തന്നെ ഇഡ്ഡലി കിട്ടും. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ. പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് വറുണ്ട്. മാത്രമല്ല നല്ല ഭൂരി കിട്ടും. രാവിലെ നല്ല അടിപൊളി വൈബായിട്ട് കഴിക്കുകയും ചെയ്യാണ്ട്. പഴയൊരു ഹോട്ടലാണ് കിട്ടുക. പഴയ കാലത്തുള്ള ഒരു ചട്നിയുടെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ആരും ഈ സ്പോട്ട് മറക്കണം കേട്ടോ. ഓക്കെ. ഇന്ന് മറന്നുപോയ ഒരു ന്യൂ ജനറേഷന് മറന്നുപോയ രുചികളെ ഓർമ്മപ്പെടുത്തുന്ന പഴയകാല രുചികൾ സംരക്ഷിക്കുന്നതാണ് ഈ നാരായണേട്ടന്റെ പ്രത്യേകത. ഞാൻ വളരെ കാലമായിട്ട് ഈ ഹോട്ടലിൽ വരാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. നല്ല ദോശ, നല്ല ചട്നി, നല്ല സാമ്പാർ, നല്ല വട ഒക്കെ ഇവിടുന്ന് കിട്ടും. നല്ല ഉഷാർ. മാത്രമല്ല ഒരു ഈ അമ്മിയിലരച്ച ചമ്മന്തിക്കും അമ്മിയിലരച്ച ചട്നിക്കൊക്കെ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ട്. അതുപോലെ യന്ത്രങ്ങളുടെ സഹായം ഇല്ലാതെ രീതിയിലാണ് ഇവിടുത്തെ പാചകം. മറ്റൊന്ന് ഇവിടുത്തെ പാചകത്തിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. പറഞ്ഞു ഈ വിറകിൽ അടുപ്പിൽ വേവിക്കുന്നതിന്റെ ഒരു രുചിയും ആ രുചിയും ഇതാണ് നാരായണേട്ടന്റെ ഹോട്ടൽ.